മണിച്ചിത്രത്താഴ് 2.5 പതിറ്റാണ്ടിനപ്പുറവും മലയാള മനസ്സിൽ മായാതെ നിൽക്കുന്ന ചലച്ചിത്ര ഇതിഹാസം. നാഗവല്ലിയും രാമനാഥനും നകുലനും ഡോക്ടർ സണ്ണിയും ഇന്നും മലയാളിക്ക് സുപരിചിതരാണ്. ദോഹയിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെ പശ്ചാത്തലത്തിൽ ഈ കഥാപാത്രങ്ങൾക്ക് പുനർജീവൻ നൽകി വേറിട്ട കണ്ണുകളിലൂടെ നോക്കിക്കാണുകയാണ് ഞങ്ങളുടെ ഈ എളിയ ഹാസ്യാവിഷ്കരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമായി ഇവർക്ക് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. രാജേന്ദ്ര, നീ ഇന്ന് കുടിക്കണ്ട. അതെന്താ അങ്ങനെ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഇത്രയും നാൾ ഒരുമിച്ചടിച്ചിട്ട് ഇന്നെന്താ ഇങ്ങനെ? വേണ്ട, നീ കുടിക്കണ്ട. എനിക്ക് കുടിക്കണം. ഇല്ല, എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി മദ്യം ഞാൻ ഒഴിച്ചതല്ല. കുടിക്കണ്ട, കുടിക്കണ്ട, കുടിക്കണ്ട. അല്ല, ഇന്ന് വെള്ളിയാഴ്ച. നാളെ QDC പോയി ഒരു ഫുള്ള് വാങ്ങി അടിച്ച് നിന്റെ മുന്നിൽ വന്ന് വാഴ വെച്ച് കിടന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ. രാജേന്ദ്ര, എന്താണ് എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? ഒന്നുമില്ല, ഒന്നുമില്ല, നിനക്കൊന്നുമില്ല. നീ ഒന്നും പറഞ്ഞില്ല. രണ്ടെണ്ണം അടിച്ചതിന്റെ പുറത്ത് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? നീ ഒന്നും പറഞ്ഞില്ല. എനിക്ക് എന്താ പറ്റിയടാ? ഇല്ല, നിനക്കൊന്നും പറ്റിയിട്ടില്ല. നാളെ നിങ്ങളെല്ലാവരും കൂടി രഞ്ജിയേട്ടന് വേണ്ടി ഇപ്പൊ അടിക്കുമ്പോ എന്നെ വിളിക്കോടാ. വിളിക്കാടാ, എന്നെ കൂട്ടോടാ, കൂട്ടാടാ, എന്നെ കളയോടാ. കളയത്തില്ല പൊന്നെ. എനിക്കെന്താ പറ്റിയത്? എല്ലാം അടിച്ച് തെളിപ്പിക്കുകയും ചെയ്ത് ആകെ കൊളാക്കി. എടോ, കണ്ടോടാ എന്റെ രാജേന്ദ്രനെ. താൻ അവനെ എന്ത് ചെയ്യാൻ പോവുക? ഞാൻ കൊണ്ടുവയ്ക്കണം മോനെ. ഗോകുലം പാർലോ അമ്മണിയുടെ വാക്യസംഘത്തിലോ എവിടെ വേണേലും. അതിന്റെ ഒരു ചികിത്സയും വേണ്ട, എവിടെയാലും കൊണ്ടുപോകും. സാധാരണ ഒരു ഡെമി തന്നു വിട്ടാൽ മതിയോ? പഴയ ഓജസ്സും ഏജസ്സുമുള്ള രാജേന്ദ്രനെ തന്നുവിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സൈക്കാട്രിസ്റ്റും ഡോക്ടറും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കും. ഒരു പ്രാന്തനെ പോലെ. കൊള്ളാം മോനെ. മോനോ? അല്ല ഡോക്ടർ, പക്ഷേ അതിനെന്താ ഒരു വഴി? 100% മാത്രം വിജയസാധ്യതയുള്ള ഒരു പരീക്ഷണമാണിത്. അതെനിക്കിവിടെ വന്നപ്പോഴേ മനസ്സിലായി. എന്തോന്ന് തികഞ്ഞ പരാജയമില്ല. എടാ, ഞാനൊന്ന് പറയട്ടെ. അറ്റൻഡർ ഇവിടെ വരും. സാറേ, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടട്ടെ? അത് പിന്നെ ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. ഇപ്പോൾ രാജേന്ദ്രൻ ഉണരുമ്പോൾ വയലൻസ് കാണിക്കും. ഇപ്പം മദ്യം കുടിക്കാനായിട്ട് ആ മദ്യം നമ്മൾ അറേഞ്ച് ചെയ്യണം. പുള്ളിക്കാരൻ ഉണർന്നു വരുമ്പോൾ ഒരു ലോക്കൽ ബാറിന്റെ അറ്റ്മോസ്ഫിയർ എനിക്കിവിടെ അറിയാലോ. എന്നെ കൊണ്ട് അതിന് പറ്റുമോ സാറേ? ബോസിനടിക്കുന്ന 6 കൈയുണ്ട്, എനിക്ക് ഉറപ്പായുണ്ട്. പിന്നെ അറിയാലോ, ഒരു ലോക്കൽ ബാറിന്റെ തീഞ്ഞ മണമൊക്കെ ഇല്ലേ, അതെനിക്കിവിടെ. അത് കിട്ടും, ഇതിവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടേബിൾ ഇവിടെ കൊണ്ടുവരുന്നു. അതിൽ മദ്യവും ഗ്ലാസും ഇരിക്കും. ഞാൻ കുടിക്കാൻ പറയുമ്പോൾ അതെടുത്ത് കറക്കുന്നു. അപ്പുറത്തിരിക്കുന്ന മിക്സറി ഗ്ലാസും വരുന്നു. ആ ഗ്ലാസ്സിലേക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നു. ആ മരുന്ന് കുടിക്കുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ സർ. സിസ്റ്റർ, ഒരു സഹായം ചെയ്യണം. എന്താ ഡോക്ടർ? ഈ കഥയിൽ സിസ്റ്റർ വാറ്റുകാരി അമ്മണിയായിട്ടൊന്ന് അഭിനയിക്കണം. എന്താ വാറ്റുകാരി അമ്മണി. ഞാനൊന്നുമില്ല. എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു തരണം പ്ലീസ്. ആ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വർപ്പിക്കാതെ ഒന്ന് ചെയ്തു കൊടുക്കും നിങ്ങളെ. ആ, ചെയ്യാം. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഉണർത്താൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ? അറ്റ്മോസ്ഫിയർ ഓക്കെ ആണല്ലോ?
എനിക്ക് വൈകി വേണം, ഒരു പുള്ളി വേണം. അമ്മച്ചിക്ക് എന്തോ ഒരു തലച്ചാരയുണ്ട്. ഇപ്പൊ തരാം. തലച്ചാര അടിക്കാൻ ഞാൻ സഹായിക്കാം. ഈ ദേഹം വിട്ട് പോവോ? പോകാം. ഉറപ്പായിട്ടും പോവോ? പോകാം. കുടിച്ചാൽ മാത്രം മതിയോ? പൊറോട്ട തന്നെ വേണം. ഒരു കാര്യം ചെയ്യും, പോണം. പോവാം. വയറ് നിറച്ച് കുടിച്ചാ പോണം. പോവാന്നല്ലേ പറഞ്ഞത്? പിന്നെ പറയണെന്തിനാ? സാധനം കൊണ്ടുപോവാ. അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ. ഇത് കുടിച്ചതിന് ശേഷം നീ നേരം വിട്ട് പോണം. പോവാം. മാറ്റിക്കോ. ഓക്കെ. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എന്റേതാണ്. കേൾക്കുന്ന മനസ്സ് രാജേന്ദ്രൻ്റെതാണ്. യു ആർ രാജേന്ദ്രൻ. യു ആർ രാജേന്ദ്രൻ. നീ രാജേന്ദ്രനാണ്. 3 സെക്കൻഡുകൾക്കകം രാജേന്ദ്രനുമായി. റിലാക്സ്. ടെൽ മീ, ഹു ആർ യു? പറയൂ, നീ ആരാണ്? രാജേന്ദ്രൻ. മുഴുവനും പറയൂ. വട്ടപ്പറമ്പിൽ രാജേന്ദ്രൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഓജസ്സും തേജസ്സുമുള്ള പഴയ രാജ്യത്തിന് തിരിച്ചു തരാമെന്ന്. എന്നാ കൊണ്ടുവയ്ക്കും, എവിടെ വേണേലും. കഥാപാത്രങ്ങളിൽ അഭിനയിച്ചവർ ഡോക്ടർ സണ്ണി, മനോജ് വയല, രാജേന്ദ്രൻ, പ്രമോദ് ചെറായി, നകുലൻ, കൃഷ്ണകുമാർ വരാപ്പുഴ, അറ്റൻഡർ അഭിലാഷ് കോട്ടയം, വാറ്റുകാരി അമ്മി സുനിൽ ചാലക്കുടി, അറ്റൻഡർ 1 വിഷ്ണു വരാപ്പുഴ, അറ്റൻഡർ 2 കോട്ടയം ശ്രീധർ, ഹോസ്പിറ്റാലിറ്റി വിനയ അലുവ. കഥാ ആശയം പ്രമോദ് ചെറായി. ശബ്ദലേഖനം സംസ്ഥാനം വിഷ്ണു വരാപ്പുഴ.